നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവായ രീതിയിലാണ് ക്ലോസ് നടത്തിയത്. ഈവൻ ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് സെല്ലിങ് ഉണ്ടായിരുന്നിട്ട് പോലും അങ്ങനെ ആ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കാരണം ഇന്ന് നിഫ്റ്റി റേഞ്ച് ബോണ്ടായിട്ട് വ്യാപാരം അവസാനിപ്പിച്ചു. അതായത് റേഞ്ച് ബോണ്ട് വിത്ത് പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് 40 പോയിൻ്റാണ് നിഫ്റ്റി ഉയർന്നത്. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. ആദ്യത്തെ ഓപ്പണിംഗ് റേഞ്ചിൽ നിന്ന് ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ നിഫ്റ്റി ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അതായത് നല്ലൊരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയത്. എന്നാൽ നിഫ്റ്റി പിന്നീട് അങ്ങോട്ട് ഹൊറിസോണ്ടലി റേഞ്ച് ബോണ്ടായിട്ട് 24,810 എന്ന നിലയിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. നിഫ്റ്റിയിൽ പ്രധാനമായിട്ടും ഗ്രാസിം, ടൈറ്റാൻ, ടാറ്റ കൺസ്യൂമർ, ഭാരത് എയർടെൽ, ടാറ്റ സ്റ്റീൽ, ICICI ബാങ്ക് നേട്ടം കൈവരിച്ചപ്പോൾ വിപ്രോ, ഡോക്ടർ റെഡ്ഡി, NTPC, ടാറ്റ മോട്ടോഴ്സ്, M&M തുടങ്ങിയ കമ്പനീസ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. പേടിഎമ്മിൻ്റെ ടിക്കറ്റിംഗ് ബിസിനസ് സൊമാറ്റോ ഏറ്റെടുത്തു 2020 കോടി രൂപക്ക്. എങ്കിൽ കൂടിയും സൊമാറ്റോയിൽ ഇന്ന് വലിയ ഒരു റാലി കണ്ടില്ല. ഓൾറെഡി തന്നെ അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു ദീപാവലി. അടുത്ത ഒക്ടോബർ 31-നാണ് ഇന്ത്യയിൽ ദീപാവലി ആഘോഷിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേപോലെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ദീപാവലി. എങ്കിൽ കൂടിയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് വളരെ കളർഫുള്ളായിട്ട് ആഘോഷിക്കാറുണ്ട്. അപ്പോൾ ഈ ദീപാവലിക്ക് മുമ്പ് ആളുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റാണ് ഓട്ടോമൊബൈലും ഈ ജ്വല്ലറി സെഗ്മെൻറ്റും. ജ്വല്ലറി സെഗ്മെൻറ്റിൽ ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായിട്ടുള്ള ടാറ്റ ഗ്രൂപ്പിൽ നിന്നുള്ള ടൈറ്റൻ കഴിഞ്ഞ 8 ദിവസമായിട്ട് റാലി രേഖപ്പെടുന്നതും ഈ ഒരു ദീപാവലി റാലി തന്നെയാണ് കാണുന്നത് ടൈറ്റാനിൽ. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് M&Mലും ടാറ്റ മോട്ടോഴ്സിലും സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടുവെങ്കിൽ കൂടിയും ദീപാവലി സമയങ്ങളിലാണ് ആളുകൾ കൂടുതൽ വാഹനങ്ങൾ സ്വന്തമാക്കാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കാറ്. ഇനി നമുക്ക് നിഫ്റ്റിയുടെ സെൻസെക്സിൻ്റെ നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. ഇന്നലെ നമ്മൾ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് കണ്ടിരുന്നു. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റിൽ നമ്മൾ കോൾ സൈഡിൽ, അതായത് നിഫ്റ്റി റാലി ചെയ്ത് പോകില്ല എന്നുള്ള പെർസ്പെക്റ്റീവിൽ കൂടുതൽ ആളുകൾ ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ റാലി ചെയ്യില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന റേഞ്ച് 25,000 എന്ന റേഞ്ചായിരുന്നു. 25,000 എന്ന് പറയുന്നത് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് എന്താ, അതിന് നമ്മൾ സ്പോട്ട് പ്രൈസ് എന്ന് വിളിക്കും അല്ലേ. സ്പോട്ട് പ്രൈസിൽ നിന്ന് വളരെയധികം അഡ്ജസ്റ്റൻ്റ് ആണ്. എന്നാൽ അഡ്ജസ്റ്റൻ്റായ രീതിയിലുള്ള ആ ഒരു കോളിലാണ് കൂടുതൽ ആളുകൾ കയറിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു തീരുമാനം അനുസരിച്ച് തന്നെ നിഫ്റ്റി 25,000 പോയിട്ടുമില്ല. അതുപോലെ തന്നെ പുട്ട്സുകളിൽ നമ്മൾ കണ്ടിരുന്നു 22,500 റേഞ്ചിലൊക്കെ ആയിരുന്നു പുട്ട്സുകളിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതും പോയിട്ടില്ല. അതാണ് നമ്മൾ ഇന്ന് റേഞ്ച് ബോണ്ട് ആയെന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇത് പോകില്ല എന്ന് കരുതി ഓപ്ഷനിലെല്ലാം തന്നെ എൻ്റർ ചെയ്ത ആളുകൾക്ക് വലിയ തോതിൽ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് റിസ്ക് അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, റിസ്ക് തന്നെയാണ്. അപ്പോൾ ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നിഫ്റ്റി എവിടെയാണോ നിൽക്കുന്നത് സ്പോട്ട് പ്രൈസ്, അതിൻ്റെ ഇരുഭാഗത്തും ഉള്ള സ്ട്രൈക്കുകൾ അഥവാ കോൺട്രാക്റ്റുകൾ സെല്ല് ചെയ്യുന്ന ആളുകൾ ഇഷ്ടം മാതിരി ഇന്ത്യയിലുണ്ട്. അവർ ഉയർന്ന റിസ്ക് എടുക്കുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് ഉയർന്ന റിവാർഡും ഉണ്ട്. എന്നാൽ വളരെ അകലേക്ക് പോയിട്ട് സേഫായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളും ഇതിലുണ്ട്. അപ്പോൾ ഓപ്ഷൻ കോൺട്രാക്റ്റുകൾ എന്ന് പറയുന്നത് ഒരു മെനു പോലെയാണ്. നമുക്ക് അറിയാൻ സാധിക്കും അതിൻ്റെ റിസ്ക് എന്താണെന്നും അതിൻ്റെ റിവാർഡ് എന്താണെന്നും. അപ്പോൾ അത് അറിഞ്ഞിട്ട് ഇത് മനസ്സിലാക്കിയതിന് ശേഷം ഇതിന് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് ഉള്ളത്. അപ്പോൾ ഇന്നലെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്താണെന്ന് ഒരുപാട് പേര് എപ്പോഴും ചോദിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടുള്ള സംശയമാണ്. അത് മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക് ഒന്നും അല്ല, എന്നാൽ ഈസിയും അല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് നാളെ സെൻസെക്സിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. സെൻസെക്സിനെ പറ്റി പറയുമ്പോൾ നിഫ്റ്റിയുടെ സ്പോട്ട് അല്ലല്ലോ സെൻസെക്സ്. അതായത് നിഫ്റ്റി 24,000 ട്രേഡ് ചെയ്യുകയാണെങ്കിൽ സെൻസെക്സ് 80,000 ആണ്. അപ്പോൾ നിഫ്റ്റി മൂവ് ചെയ്തതിനേക്കാളും ഏകദേശം ഒരു 3 മടങ്ങ് സെൻസെക്സ് മൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റും ആ രീതി തന്നെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് എന്നുള്ളത് ഓർമ്മിക്കുക. അപ്പോൾ പതിയെ നമ്മൾ പുതിയ ഡെറിവേറ്റീവിനെ കുറിച്ച് പതിയെ നോളഡ്ജ് നമുക്ക് എല്ലാ ദിവസവും കുറച്ചായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ സെൻസെക്സിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാം. സ്പോട്ട് 81,000 ആണ്. പുട്ട് സൈഡ് 81 മേജർ സപ്പോർട്ട് സോൺ ഉണ്ട്. 80,500 സപ്പോർട്ട് സോൺ ഉണ്ട്. 81,500 റെസിസ്റ്റൻസ് ആണ്. 82,000 റെസിസ്റ്റൻസ് ആണ്. അതായത് ഇതിൻ്റെ ഇടയിൽ കിടന്ന് സെൻസെക്സ് നാളെ കത്തിത്തീരും അല്ലെങ്കിൽ ട്രേഡിംഗ് അവസാനിക്കും എന്നല്ല. ഈ റേഞ്ചുകൾക്ക് അതിൻ്റെ ഒരു പ്രസക്തി ഉണ്ട്. അതല്ലെങ്കിൽ ഈ റേഞ്ചുകളിൽ ആളുകൾ കോൺട്രാക്റ്റുകളെല്ലാം തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥമുള്ളൂ. മാർക്കറ്റ് വയലൻ്റ് മൂവ് ഉണ്ടാകുമ്പോൾ ഇവരെല്ലാം തന്നെ പൊസിഷൻ എല്ലാം തന്നെ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി 2 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാവുന്ന നോമിനിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംശയം ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളുടെ അക്കൗണ്ടിൽ നമ്മൾ നോമിനിനെ ആഡ് ചെയ്യാം, വൈഫിനെയോ അല്ലെങ്കിൽ മക്കളെയോ പാരൻസിനെയോ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ എത്ര പെർസെൻറ്റേജാണ് അവർക്ക് കൊടുക്കേണ്ടത്, 100 ആണോ അല്ലെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു രീതിയാണ്. പിന്നെ നമ്മളുടെ ആ ഒരു ലോഗിൻ ക്രെഡൻഷ്യൽ എല്ലാം തന്നെ ഷെയർ ചെയ്യുക. അത്യാവശ്യം വീട്ടിലുള്ള ആളുകളായിട്ട് ഷെയർ ചെയ്യുക. അതായിരുന്നു
ഒരു സംശയം ഉണ്ടായി. രണ്ടാമത്തെ സംശയം ഗ്ലോബൽ മാർക്കറ്റിൽ നമ്മുടെ ഗോൾഡ് മൂന്നാമതാണോ എന്നുള്ളതാണ്. മൂന്നാമതായി നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്, അല്ല നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം എന്നുള്ളതാണ്. എനിവേ അത് പെട്ടെന്ന് പറഞ്ഞു പോയി എന്നുള്ളൂ. 2 സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം അല്ലേ. കുറച്ച് സ്റ്റോക്കിൻ്റെ ന്യൂസിലേക്ക് പോകാം. അതും TVS ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉള്ളത്. TVS അതെ, ഈ ഫസ്റ്റീവ് സെയിൽസായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസ് തന്നെയാണ്. ഫസ്റ്റീവ് സെയിൽസിൽ TVS ഏകദേശം 15% സെയിൽസ് ഗ്രോത്ത് EV ബൈക്കുകളിൽ എടുത്തേക്കാമെന്ന് അവരുടെ CEO ആയിട്ടുള്ള KN രത്നാകൃഷ്ണൻ സാറ് അദ്ദേഹം പറയുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ വ്യൂ അല്ല. ദീപാവലിക്ക് ഇങ്ങനെ സംഭവിക്കുമെന്നുള്ളത് ഓരോ കമ്പനികളുടെ CEOs ഒക്കെ എല്ലാം തന്നെ പറയുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ എത്രയോ ദീപാവലികളായിട്ട് ഇവരിങ്ങനെ പറയുന്നുണ്ട്, സ്റ്റോക്കുകളിലൊക്കെ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അത് നമ്മൾ ന്യൂസിൽ ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു ബൈയോ സെല്ലോ ഇൻഡിക്കേഷനൊന്നും നമ്മൾ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ബജാജ് ഓട്ടോ ഇവരുടെ പുതിയൊരു CNG ടൂ വീലർ ഉണ്ടായല്ലോ. അടുത്തത് ബജാജ് ഫ്രീഡം എന്ന് പറഞ്ഞൊരു ടൂ വീലർ. അപ്പോൾ ഇതിൻ്റെ GST ഇളവുകൾ കമ്പനി തേടുന്നുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. സമാനമായ രീതിയിൽ മാരുതിക്ക് ഇവരുടെ EV കാറായിട്ടുള്ള ഇൻവിക്കോയിൽ ഈ ഒരു ഹൈബ്രിഡ് കാറിൽ ഈ ഒരു GST UP ഗവൺമെൻറ് കൊടുത്ത സമയത്താണ് മാരുതി ശക്തമായിട്ടുള്ള റാലി രേഖപ്പെടുത്തിയത് അല്ലേ. അപ്പോൾ അത് ഓർമ്മയിൽ വെക്കുക. CDSൽ ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് 1:1. അപ്പോൾ അതിൻ്റെ അവസാന ഡേറ്റ് ഓഗസ്റ്റ് 24-ാം തീയതിയാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഉള്ളത്. ഇനി നമ്മുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ് ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ കൊച്ചിയുടെ നമ്മുടെ ഓഫീസിൽ വെച്ച് നടത്തപ്പെടും. വരാൻ പറ്റുന്ന ആളുകൾ വരിക, ഓഫ്ലൈനായിട്ട് പഠിക്കാം. വരാൻ പറ്റാത്ത ആളുകൾക്ക് ഓൺലൈനായിട്ടും പഠിക്കാം. ഫസ്റ്റ് കമൻറ്റിൽ നമ്മൾ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ ചാറ്റ് ചെയ്യുക, ഡീറ്റെയിൽ എടുക്കാൻ സാധിക്കും. ഇനി IRDA ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉള്ളത്. IRDA അവരുടെ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഷെയർ ചെയ്ത ന്യൂസാണ്. ഇന്ന് ഗെയിൻ രേഖപ്പെടുത്തി. TVS ഇവരുടെ ജൂപ്പിറ്റർ 110 ഇന്ത്യയിൽ പുതിയ ഡിസൈനോട് കൂടിയിട്ട് അവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. പാരാസ് ഡിഫൻസ് കമ്പനി ഇവർ ഇൻഡസ്ട്രിയൽ ലൈസൻസ് കിട്ടിയ ന്യൂസ് നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ ഫണ്ട് റൈസും ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസാണ് അവർക്കുള്ളത്. ബജാജ് ഓട്ടോ കമ്പനി PLI സ്കീം വഴി ഇവർ 3 വീലറിൻ്റെ PLI അപ്രൂവൽ ബജാജ് ഓട്ടോക്ക് കിട്ടി എന്നുള്ള ന്യൂസ് ഉണ്ട്. ഡാംബർ കമ്പനി തമിഴ്നാട് ഗവൺമെൻറ്റായിട്ട് പുതിയ പ്ലാന്റ് അവരുടെ സെറ്റപ്പ് ചെയ്യാനായിട്ട് 135 കോടി രൂപയുടെ പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാനായിട്ട് തമിഴ്നാട് ഗവൺമെൻറ്റായിട്ട് അവർ ധാരണയായി. BEL കമ്പനി 695 കോടി രൂപയുടെ ഓർഡർ കോമ്പാക്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കിട്ടി. ഗെയിൽ കമ്പനി ഇവർ സൈൻടെക് ആയിട്ട് ഒരു പുതിയ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തു, എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. അദാനി കമ്പനി, അദാനി പവർ, അംബുജ സിമൻറ്റ് തുടങ്ങിയ കമ്പനികളിൽ ഇവർ 5% ഇവരുടെ നിക്ഷേപം സെല്ല് ചെയ്യുകയാണെന്നുള്ള ന്യൂസ്. HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് കമ്പനി ഇവർ ജെറ്റ് എൻജിൻ മാനുഫാക്ചർ ചെയ്യാനായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് കമ്പനി ഇന്ന് അവർക്ക് $16 മില്യൺ ഓർഡർ കിട്ടി. ഇൻഡിഗോ കമ്പനി ജെഫ്രീസ് അപ്ഗ്രേഡ് ചെയ്തു ഇൻഡിഗോന്. 20% പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് അവർ പറയപ്പെടുന്നത്. എനിവേ ഇന്ത്യയിൽ ഈ ഡൊമസ്റ്റിക് മേഖലയിൽ ഏവിയേഷൻ സെക്ടറിൽ വിമാന സർവീസിൽ 60% വിപണി പങ്കാളിത്തം ഇൻഡിഗോക്കാണുള്ളത്. അതുപോലെ തന്നെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിൽ 60% വിപണി പങ്കാളിത്തം ആർക്കാണുള്ളത്? LICക്കാണുള്ളത്. ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കമ്പനി ഷെയർ ബൈബാക്ക് പ്രപ്പോസ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സ്റ്റോക്ക് ഇന്ന് റാലി രേഖപ്പെടുത്തി. ലെമൺ ട്രീ ഹോട്ടൽ മധ്യപ്രദേശിലെ ഒരു പുതിയ 3 ഹോട്ടൽ ഏറ്റെടുത്തു. BEL കമ്പനി ഇവർക്ക് 695 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസാണുള്ളത്. BEL റിപ്പീറ്റേഷൻ ആണല്ലേ. BEL നമ്മൾ ഓൾറെഡി മുകളിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. ഇനി നാളെ രാവിലെ ഏതൊക്കെ വിശദമായുള്ള പ്രീ മാർക്കറ്റായിട്ട് എത്താം. നമ്മുടെ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യും എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു ഓൾ.